അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. വേറെ ഒന്നുമല്ല, വഴുതിനങ്ങ കാരക്കുഴമ്പ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ആദ്യം തന്നെ പാൻ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വഴുതിനങ്ങ എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഞാൻ വലിയ വഴുതിനങ്ങ കേട്ടോ, ചെറുതാണ് ബെസ്റ്റ്, പക്ഷെ വലുതായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലായാലിടാം, ഉപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ, അതുപോലെ തന്നെ വഴുതിനങ്ങയിൽ ഉപ്പ് പിടിക്കാനും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നടുവേ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഓവറായി കുക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഏട്ടനും എനിക്കും ഒരുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വഴുതിനങ്ങില്ലാത്തൊരു സെയിം റെസിപ്പി വെണ്ടയ്ക്ക യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇത് നമ്മൾ മാറ്റി വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള മസാല പരിപാടികളും കാര്യങ്ങളും നമ്മൾ ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്, നമ്മളത് മാറ്റി വെക്കുക. എന്നിട്ട് അതിനുശേഷം ഇത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളാണ് ചേർക്കണേ. വീണ്ടും പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവാള, തക്കാളി, നാളികേരം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കൊറിയാൻഡർ പൗഡർ, ഇതൊക്കെ ആട്ടോ ആവശ്യമുള്ളത്. പിന്നെ പറഞ്ഞ പോലെ നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണെങ്കിൽ ഒരു കളറ് മങ്ങണം, ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ഷെയ്ഡ് ആവുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുഞ്ഞിതായി കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം, പക്ഷെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ സവാള നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളും ചേർക്കണം. ഇപ്പോൾ നമ്മൾ അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഇപ്പോൾ കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് കുറച്ച് ഉപ്പിടും. പിന്നെ നമുക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, അല്ലാണ്ട് ഉപ്പ് കുറേ ഇട്ടിട്ട് നമ്മൾ കറി കേടാക്കണ്ട. അപ്പം നമ്മൾ ഇത് നല്ല ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് ആവണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊണ്ട് വെക്കുക കേട്ടോ. എല്ലാതും ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള ഒരു പാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, എരിവും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഇത് എന്താ പറയുക, മസാലയും കാര്യങ്ങളും അതിൻ്റെ കുത്തുമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു നല്ല പഴുത്ത തക്കാളിയാണ്. ഈ കറിക്ക് ഇത്തിരി പുളി വേണം. പിന്നെ നമ്മൾ പുളി അവസാനം പിഴിഞ്ഞ് ഒഴിക്കണമുണ്ട്. അപ്പോൾ ഇപ്പോൾ തക്കാളി, ഇപ്പോൾ ഒരു തക്കാളിയാണ് ഇട്ടേക്കണേ. അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മൂടി വെച്ചിട്ട് നമ്മളത് വേവിക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം. അല്ലാണ്ട് ഇങ്ങനെ മീൻസ് മേലേക്ക് വേവാണ്ടായാലും കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് വേവിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 പിടി ചെറിയ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്നും കൂടിയും ഇട്ടിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരയ്ക്കുക കേട്ടോ. ഈ അരപ്പ് എന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി കറിക്കൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഈ നാളികേരം കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് ഈ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
അപ്പോഴേക്കും അപ്പുറത്ത് പാന് ചൂടാക്കാം കേട്ടോ. നമുക്ക് അതിൽ കുറച്ച് കടുക് പൊട്ടിക്കാനുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മൾ അരച്ചെടുക്കാം, നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇനി നമ്മൾക്ക് കാച്ചെടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു പാനിൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് അതുപോലെ തന്നെ ഉലുവയും ആഡ് ചെയ്യണം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വറ്റൽമുളക് വേണം, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും വേണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാച്ചന്തൊക്കെ നമ്മൾ ബേസിക്കലി കാച്ചണ പോലെ കേട്ടോ. അപ്പോൾ ഇതേ ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് നമ്മളിത് കാച്ചിട്ട് ആ മിക്സിലേക്ക് ഇട്ടു. ഇനി എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് പുളിവെള്ളമാണ്. ഒരു ലെമൺ സൈസ് ആയിട്ടുള്ള ഒരു പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് മതി കേട്ടോ. തക്കാളിയിൽ കൂടുതൽ പുളി ഉണ്ടെങ്കിൽ പുളിവെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഈ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രിഞ്ചാള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വഴുതിനങ്ങ കാരക്കുഴമ്പ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ബൈ.